ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോൾ തന്നെ കെമിക്കൽ പരമായിട്ടുള്ള ഡൈകൾ മേടിച്ച് മുടിയിൽ ഇനി നിങ്ങൾ തേക്കരുതേ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ നര കാണുമ്പോൾ തന്നെ പുറത്ത് പോയിട്ട് കെമിക്കൽ ഡൈകൾ മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മുടി നല്ല പോലെ വേരിൽ നിന്ന് തന്നെ കറുക്കുന്നതായിരിക്കും. എന്തായാലും ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിന് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. പരസ്യങ്ങളിൽ കാണുന്ന പല ഡൈകളും മേടിച്ച് മുടിയിലൊക്കെ തേച്ച് പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പരസ്യത്തിൽ പലതരം ഡൈകൾ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പല ദോഷങ്ങളും നമുക്കുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന ഡൈയുടെ പുറകിന് പോകാതെ നാച്ചുറൽ പരമായിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുടിയെ നിങ്ങൾ കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര കാലം ചെന്നാലും നിങ്ങളുടെ മുടി ഒരെണ്ണം പോലും നരയ്ക്കുക പോലും ചെയ്യില്ല. പലർക്കും പല കാരണങ്ങൾ കൊണ്ട് മുടി നരയ്ക്കാറുണ്ട്. കുഞ്ഞു കുട്ടികൾ തൊട്ടാണ് മുടി നരയ്ക്കുന്നത്. പണ്ടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ പ്രായം അധികമാകുന്ന സമയത്താണ് മുടി നരയ്ക്കുന്നത്. ഇന്ന് അങ്ങനല്ല, കുഞ്ഞു കുട്ടികൾ തൊട്ടാണ് മുടി നരയ്ക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് മുടി നരയ്ക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ അവരുടെ ഹോർമോൺ പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് കൊണ്ടായിരിക്കും അവർക്ക് മുടി നരയ്ക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രായക്കാരായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 18 വയസ്സിനും 30-35 വയസ്സിനും ഇടയിലുള്ളവരുടെ മുടി നരയ്ക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ കെമിക്കൽ പരമായിട്ടുള്ള പല ഉപയോഗങ്ങൾ കൊണ്ടും കൂടാതെ തന്നെ മുടിയെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടും ഡിപ്രഷർ കൊണ്ടും നമ്മുടെ ഉറക്കക്കുറവ് കൊണ്ടും പല വെള്ളം മാറ്റി കുളിക്കുന്നതും ഒക്കെ കൊണ്ടും ഒക്കെ നമ്മുടെ മുടി നരയ്ക്കുന്നത്. ഈ ഒരു ഏജിലുള്ളവരുടെ മുടി നരയ്ക്കാനായിട്ടുള്ള കാരണം പിന്നെ അതിൽ അങ്ങോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കുറേ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്നത് നമ്മുടെ ഓരോ ഏജ് കൂടുന്തോറും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ കൊണ്ട് നമ്മുടെ മുടി നരയ്ക്കും. ഇപ്പം എത്ര പ്രായം ചെന്നാലും നിങ്ങളുടെ മുടി നരയ്ക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന പോലുള്ള കാര്യം ചെയ്താൽ മതി. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. തെളിവ് സഹിതമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കത് കണ്ടു നോക്കാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ എന്തായാലും കാണാം. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ കണ്ടു നോക്കാം കേട്ടോ. മുടിയുടെ നരം മാറ്റാൻ അടിപൊളി ഹെയർ പാക്ക് ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. തീർച്ചയായിട്ടും മുടി നല്ലതുപോലെ കറുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നല്ല സ്റ്റീൽ ബൗൾ തന്നെ വേണം, ഡ്രൈ ആയിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹെന്നാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഗോ പൗഡറാണ് അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത്. ഇൻഡിഗോ പൗഡർ നമ്മൾ ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ് ഇൻഡിഗോ പൗഡർ ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് നെല്ലിക്ക പൊടിയാണ്. നെല്ലിക്ക നിങ്ങളുടെ വീട്ടിൽ പച്ച ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ മതിയാകും. ഞാനിവിടെ എടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് ചേർക്കുന്നത്. നെല്ലിക്ക പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നെല്ലിക്ക പൊടി, ഇതേപോലെ ഇരിക്കും. ഇതിലേക്ക് ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ് നെല്ലിക്ക പൗഡർ ചേർത്തേക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. ഇത് ലോങ് ഹെയറിനല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വേണ്ടത്. ഇപ്പോൾ ലോങ് ഹെയറിനാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. അന്നേരവും ഹെന്നാപ്പൊടി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. ഇവിടെ മിക്സ് ആക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കടിഞ്ചായ വെള്ളമല്ല, സാധാരണ വെള്ളം വെച്ചിട്ടാണ് ഞാൻ മിക്സ് ആക്കുന്നത്. നിങ്ങൾക്ക് നല്ല കടിഞ്ചായ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് മിക്സ് ആക്കിയാൽ മതിയാകും. ഞാനത് എടുക്കുന്നില്ല. അതിന് പകരം ഞാൻ വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കുകയാണ്. ഇത് ക്രീം പരുവത്തിലാവുന്നതിന് വേണ്ടിയാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ആക്കുകയാണ് ഞാൻ. ഇതേപോലെ മിക്സ് ആക്കി എടുക്കാം. ഞാൻ ചേർത്ത വെള്ളം നിങ്ങൾ കണ്ടല്ലോ, അത്രയും വെള്ളം മതിയാകും. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. ഇത് ലൂസ് ആവാൻ പാടില്ല. മുടിയിൽ തേച്ചാൽ താഴെ പോകാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഈ ഡൈ ഇപ്പം മിക്സ് ആക്കുമ്പോൾ തന്നെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾ കണ്ടോ? നല്ല ഹാർഡ് കളറായിട്ട് മാറുന്നത് കണ്ടോ? ഇത് മുടിയിൽ ചെന്നിട്ടാണ് നമ്മുടെ മുടിയിൽ അവിടെ ഒരു പ്രവർത്തനം നടക്കുകയും അതുമൂലം മുടി പെട്ടെന്ന് തന്നെ കറുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേ പരുവത്തിലായിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഡൈ വേണ്ടത്. ഇത് ഉണ്ടാക്കി വെക്കാൻ പാടില്ല, ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇതാണ് ഇതേപോലെ ഇരിക്കും നമ്മുടെ ഡൈ. കണ്ടോ, അധികം ലൂസുമല്ല എന്നാൽ അധികം ടൈറ്റുമല്ലാത്ത രീതിയിൽ വേണം ഡൈ വേണ്ടത്. താഴേക്ക് വീഴാത്ത പരുവത്തിൽ തന്നെ വേണം. അടുത്തത് നമ്മൾ മുടി വാഷ് ചെയ്യാനായിട്ട് വേണ്ടത് കടിഞ്ചായ വെള്ളമാണ് വേണ്ടത്. തയ്യാറാക്കുന്നതിന് 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും ചേർക്കുക. ഈസ്റ്റേൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. അത് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയതിന് ശേഷം ആറിയതിന് ശേഷം മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ഹെയർ ഡൈ പാക്ക് മുടിയിലേക്ക് ഇടാം. മുടി കണ്ടോ, നല്ലതുപോലെ നരയുണ്ട്. ഈ മുടിയിലാണ് ഞാൻ ഇടുന്നത്. നമ്മൾ ആ ഒരു കഴുകാൻ ഉപയോഗിച്ച തയ്യാറാക്കിയ വെള്ളം ഉണ്ടല്ലോ, ആഴ്ചയിലാണ് ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് ഹെയർ ഡൈ പാക്ക് മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുടിയിലേക്ക് ഇടുകയാണ്. ഇതേപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടിടാം. ബ്രഷ് ഇല്ല എങ്കിൽ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. കൈ വെച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ നല്ലതുപോലെ കറുക്കും. അതുകൊണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണ്ട, സ്പൂണോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം ഇടാനായിട്ട്. മുടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉണങ്ങുമ്പോൾ മുടിയിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പോഴാണ് നമ്മളിത് കഴുകേണ്ടത്. മുടി മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലാണ് നമ്മൾ മുടിയിൽ ഇടേണ്ടത്. നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഉണങ്ങുന്നതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷം കഴുകിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിക്കാം. കഴുകിയിട്ടുള്ള ചേഞ്ചസ് കണ്ടോ, നല്ലതുപോലെ മാറ്റം കണ്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. ഉണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത്. കൂടാതെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്യാരറ്റ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക, നെല്ലിക്ക കഴിക്കുക, അനാറ് കഴിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. മെയിനായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ കൂടുതലും അത് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നെല്ലിക്ക കൂടുതലായിട്ട് കഴിക്കാനായിട്ട് പറയുന്നത്. മുടി വളർച്ചയ്ക്കും മുടിയുടെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹാരം കണ്ടെത്താനുമൊക്കെ നെല്ലിക്കയിൽ നിന്ന് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നെല്ലിക്ക ദിവസവും കഴിക്കാം. നെല്ലിക്ക ജ്യൂസൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അതൊക്കെ കുടിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ മുടി ഒന്നുപോലും നരയ്ക്കുക പോലും ചെയ്യില്ല. അമിതമായിട്ടുള്ള ഡിപ്രഷൻ ഒഴിവാക്കുക. നല്ലതുപോലെ ഉറക്കം നല്ലതുപോലെ വേണം. കൂടാതെ തന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കണം. നിങ്ങൾക്കിപ്പം എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് ഇടവിട്ട് 3-4 കൗൾ വെച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തേക്ക് വെള്ളം ആവശ്യത്തിന് ചെല്ലുന്നതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കൂടാതെ തന്നെ മനസ്സിനെ ശാന്തപ്പെടുത്തുക. നിങ്ങൾക്ക് അമിതമായിട്ട് ഡിപ്രഷൻ വരുന്ന സമയത്ത് ഇതേപോലെ നഖങ്ങൾ കൂട്ടി യോജിച്ച് ഇങ്ങനെ നഖങ്ങൾ വെച്ച് ഇങ്ങനെ തിരുമുന്നതുമൊക്കെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുന്നതിനൊക്കെ ഇടയാക്കുന്ന കാര്യമാണ്. ഡിപ്രഷൻ അടിക്കുകയാണെങ്കിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ ഹോർമോണൊക്കെ പല രീതിയിലും കുറയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡിപ്രഷൻ അടിക്കാതിരിക്കുക. അത് നിങ്ങളുടെ മുടിയെ വരെ ബാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ ഡൈ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ വരുന്നത് ചിലപ്പം ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. കാരണം ഞാൻ ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. കാരണം അവിടെ ഹസ്ബൻഡിന് ലീവുള്ള ടൈമിൽ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച എടുത്തപ്പം നിങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം മുന്നോട്ടൊക്കെ ആവും. നിങ്ങളിപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ചെയ്യരുത്. എല്ലാ ദിവസവും ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം അതിൽ ചേർത്തേക്കുന്ന കാര്യങ്ങൾ നമുക്ക് തലയ്ക്ക് തണുപ്പുണ്ടാക്കും. ചിലപ്പം ജലദോഷങ്ങളൊക്കെ വരാനായിട്ട് ഇടയാകുന്നത് കൊണ്ടാണ് അടുപ്പിച്ച് ചെയ്യണ്ട എന്ന് പറയാനായിട്ടുള്ള കാരണം. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചേഞ്ച് കാണാൻ തുടങ്ങും. കാരണം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ചേഞ്ച് കാണാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡൈ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുടിയിൽ തേക്കുന്നത്. ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന മാറ്റം എന്ന് വെച്ചാൽ നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് പല വെള്ളം മാറി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നല്ലപോലെ നരയുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് 100% ഗ്യാരണ്ടിയോട് പറയുകയാണ്, തീർച്ചയായിട്ടും നല്ലപോലെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക, അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതി ചെയ്യുകയാണ് ചിലപ്പോൾ ഒരു ചേഞ്ച് വരില്ല. ഞാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് വേണം. എന്നാലേ നമുക്കൊരു മാറ്റം കിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരിക്കലാണ് ഇത് ചെയ്യേണ്ടത്. കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി വേരിൽ നിന്ന് തന്നെ കറുക്കുന്നതായിരിക്കും.
എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ വന്ന് എന്നോട് പറയണം കേട്ടോ, മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.